നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ എനിക്ക് സൂക്ഷിച്ച്. മാഡം, ശയന പ്രദക്ഷിണ നേർച്ചയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാനിത് അഞ്ജിതയ്ക്കും ഋഷിക്കും വേണ്ടിയിട്ട് ചെയ്ത നേർച്ചയാ മാഡം. ഓ ഗ്രേറ്റ്. വലിയ മനസ്സാണല്ലോ ദേവികയ്ക്ക്. ശയനപ്രതിഷ്ഠ നടത്തിയത് ഏതായാലും നന്നായി. അതെ അതെ, ദേവിക ശയന പ്രദർശനം നടത്തിയതിന്റെ പുണ്യം ഋഷിക്കും അഞ്ജിതയ്ക്കും കിട്ടുമല്ലോ. ആദ്യം അഞ്ജിതയാ ശയനപ്രദക്ഷിണം നടത്തിയത്. പക്ഷേ പാതിക്ക് വെച്ച് ഇവളങ്ങ് വല്ലാണ്ട് തളർന്നുപോയി. ഓ, സാരമില്ല, അഞ്ജിതയ്ക്ക് പകരം ദേവിക ശയന പ്രദർശനം നടത്തിയല്ലോ, അത് മതി. ഗോപികേ, ഗോപികേ, ഇവളിതെവിടെ പോയി? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഗോപു, 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 മോളെ ഗോപു, 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 ഗോപികേ, ഗോപു. ഫോണിൽ കിട്ടുന്നില്ലല്ലോ. ദിവസങ്ങൾ ദാന്നും പറഞ്ഞ് കണ്ണടച്ച് തുറക്കും മുമ്പ് പോയി കിട്ടും. ഒരു വിവാഹം എന്ന് വെച്ചാൽ നിസ്സാര കാര്യാണോ? എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താനുണ്ട്, അതും പ്രത്യേകിച്ച് പെണ്ണ് വീട്ടുകാര്. മുത്തശ്ശ, ഗോപിക എവിടെയെങ്കിലും കാണുന്നില്ല. അവളെവിടെ പോയി? എനിക്കറിയില്ല. അവളെ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അതിന് നീ എന്തിനാ പരിഭ്രമിക്കുന്നത്? എനിക്ക് പേടിയുണ്ട്. അവള് വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്ന് അറിയാലോ. മോള് പേടിക്കൊന്നും വേണ്ട. അവള് പുറത്തെവിടെയെങ്കിലും പോയി തിരക്കിൽപ്പെട്ടിട്ടുണ്ടാകും. അതാ നീ ഫോൺ വിളിച്ചിട്ട് അവൾ അറിയാത്തത്. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്, അവള് തിരിച്ചു വിളിക്കും. നീ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കാതിരിക്കും മോളെ. അത് തന്നെ, നീ ഒന്ന് സമാധാനിക്ക, അവള് വരും. ഞാൻ പറഞ്ഞു വന്നതേ, കല്യാണത്തിന് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അതിനുള്ളില് കല്യാണ സാരി ഉൾപ്പെടെ സകല തുണിത്തരങ്ങളും വാങ്ങണം. സ്വർണം വാങ്ങണം, ക്ഷണക്കത്ത് അച്ചടിക്കണം, ഹോള് ബുക്ക് ചെയ്യണം, സദ്യക്ക് ഏൽപ്പിക്കണം. അങ്ങനെ 100 കാര്യങ്ങളാ. ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തം പിടിയും കിട്ടുന്നില്ല. ആന്റി ഒന്ന് ടെൻഷൻ ആവാതിരിക്കെ. അതെല്ലാം നമുക്ക് ഒത്തുപിടിച്ച് വേണ്ടതുപോലെ ചെയ്യാം. പറഞ്ഞാ പോരാ, ഇന്നെങ്കിൽ ഇന്ന് അതിനൊരു തുടക്കമെങ്കിലും ഇടണ്ടേ? ഗോപിക എവിടെയാ പോയത്? അവളിനി വല്ല കടുങ്കയും ചെയ്തു കാണോ? ആദ്യം കല്യാണപ്പട്ടും തുണികളും വാങ്ങി വിഷമിക്കാതെ തിരുനെൽവേലിയിൽ പോയി പട്ടുസാരികൾ എടുത്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. തിരുനെൽവേലിയിലോ? ആ അതെ. മഞ്ജുടത്തെ, അനീഷേട്ടനൊന്ന് വിളിച്ചു പറയൂ ഗോപികന്ന് അന്വേഷിക്കാൻ. അവള് വന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.